ഹലോ മൈ ഡിയർ ലവ്സ്, 333 എംപ്രസ് ഓഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് വന്നിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള കറണ്ട് എനർജി ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതുപോലെ നിങ്ങളുമായി ഒത്തുചേരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ കറണ്ട് എനർജി ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. 3 ടൈംസ് ആ ഒരു വ്യക്തിയുടെ പേര് മനസ്സിൽ ചിന്തിക്കുക. പോസിറ്റീവായിരുന്നു കൊണ്ട് ഈ ഒരു റീഡിംഗ് കാണുക. ഓക്കെ, അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഓൾ ജെൻഡർ കാറ്റഗറിക്ക് കാണാവുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളിലേക്ക് എടുക്കുക, മറ്റു കാര്യങ്ങൾ വിട്ടുകളയുക. അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്നുള്ള എല്ലാ കാര്യവും നിങ്ങൾക്ക് റെസണേറ്റ് ആകണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്, വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് 3 തവണ ചിന്തിച്ചുകൊണ്ട് ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആദ്യം തന്നെ വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ്. High Priestess, Two of Cups, 6 of Wands, Ace of Swords, Page of Swords, Queen of Cups, 4 of Pentacles, 9 of Swords. ടോപ്പിൽ വന്നിരിക്കുന്ന 4 of Swords ആണ്. അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങളോട് എന്താണ്, അപ്പോൾ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ ആദ്യം വന്നിരിക്കുന്നത് തന്നെ ജസ്റ്റിസിൻ്റെ കാർഡാണ്. നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് ലഭിക്കണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് ഒരു ഇമ്പോർട്ടൻസ് തരണം, നിങ്ങൾക്ക് ജസ്റ്റിസ് തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സോഡിൻ്റെ എനർജി, ഇവിടെ ഒരു സോഡ് എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുമായിട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നിങ്ങൾക്കൊന്നുകിൽ മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ കോൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളോട് നേരിട്ട് സംസാരിക്കണം എന്നുള്ളൊരു രീതിയിൽ ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബാലൻസിങ് കാണുന്നുണ്ട്. ഈ ഒരു വ്യക്തി ഇപ്പോൾ ഇമോഷൻസ് എല്ലാം ബാലൻസ് ചെയ്ത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു ആൾ നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം ആൾക്ക് ഏതൊരു സമയത്തും ഈ ഒരു ചിന്ത മാത്രമാണ്. ഉറക്കത്തിൽ പോലും ആൾക്ക് വളരെ സ്ട്രെസ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. ഈ ഒരു നീതി ദേവതയുടെ പിക്ചർ കാണിക്കുന്നത് തന്നെ നിങ്ങൾക്ക് നീതി ലഭിക്കണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നീതി ദേവതയുടെ പുറകിലിരിക്കുന്ന ആ ഒരു വോൾ എന്ന് പറയുന്നത് മറച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങളറിയാത്ത പല രഹസ്യങ്ങളും നിങ്ങൾ പല തെറ്റിദ്ധാരണകളുടെ പേരിലാണ് പിണങ്ങിയിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഒരു പേജ് ഓഫ് സോഡിൻ്റെ എനർജി കാണുന്നുണ്ട്. അപ്പം ഒരു റീസ്റ്റാർട്ടിങ് അല്ലെങ്കിൽ പുതിയൊരു ഫ്രഷ് സ്റ്റാർട്ടാണ് കാണിക്കുന്നത്. 9 ഓഫ് സോഡിൻ്റെ എനർജി നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പം ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ സ്ട്രെസ്ഡാണ്, ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ ഒത്തിരി നിങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ട്. നിങ്ങളുടെ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത സമയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയമൊക്കെ മിസ് ചെയ്യുന്നതായിട്ടും നിങ്ങളില്ലാതെ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലൂടെയൊക്കെയാണ് ആളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. നിങ്ങളെ ഓർത്ത്, നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ഓർത്ത്, അതല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ നല്ല രീതിയിലൊരു സംസാരം നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംസാരം എന്നത് അവരെ നന്നായിട്ട് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് പരസ്പരം നല്ല രീതിയിൽ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ സംസാരിച്ചിട്ടുള്ളതായിട്ടും ആ കാര്യങ്ങൾ ഇപ്പോൾ ആളുടെ ഉറക്കം കെടുത്തുന്നതായിട്ടും ഒക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആൾ ഫുൾ ടൈം ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അങ്ങനെ ഒരു ഫുൾ ടൈം സ്ട്രെസ് ആയിട്ടുള്ള ഒരു ടൈമിലൂടെയാണ് ആളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു എനർജിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ആൾക്ക് നിങ്ങൾക്ക് ജസ്റ്റിസ് തരണമെന്ന് ആലോചിക്കുന്നുണ്ട്. കാരണം ഈ ഒരു
നീതി ദേവതയുടെ പുറകിലായിട്ടൊരു കർട്ടൻ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട്. മിസ്കമ്മ്യൂണിക്കേഷൻ, അതായത് പല കാര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നു. പിന്നെ ചില കാര്യങ്ങളൊക്കെ രഹസ്യമാക്കേണ്ടി വന്നു, ഹൈഡ് ചെയ്ത് വെക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആ ഹൈഡ് ചെയ്ത് വെച്ചത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ച കാര്യങ്ങളൊക്കെ ഇനി നിങ്ങളോട് പറയണം. എല്ലാം നല്ല രീതിയിൽ കോംപ്രമൈസ് ചെയ്ത് പറയണം. ഒരു കോംപ്രമൈസിലേക്ക് എത്തണം. നിങ്ങൾക്കൊരു നീതി ലഭിക്കണം എന്ന്, നീതി നൽകണം എന്ന് ഈ ഒരു വ്യക്തി ഇപ്പോൾ വിചാരിക്കുന്ന ഒരു സമയമാണ്. സോ ഇവിടെ നിങ്ങളെ ഈ ഒരു വ്യക്തി കാണുന്നത്, നിങ്ങളെ ഇപ്പോഴും ആ ഒരു വ്യക്തി അവരുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിരിക്കുന്നതായിട്ടാണ്. ആർക്കു വേണ്ടിയും ഈ വ്യക്തി നിങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെ ഒരു രീതിയിലാണ് ആൾ നിങ്ങളെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ഇപ്പോൾ ആൾ അനുഭവിക്കുന്ന വിഷമം എന്ന് പറഞ്ഞാൽ അതും കൂടി ആളിൽ ഒരു വിഷമം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, വർദ്ധിപ്പിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ വിട്ട് നൽകേണ്ടി വരുമോ അല്ലെങ്കിൽ നിങ്ങളെ ആർക്കെങ്കിലും വിട്ടുകൊടുക്കേണ്ടി വരുമോ എന്നുള്ള ഒരു വിഷമം ആളെ ആ ഒരു സ്ട്രെസ്സിലൂടെയും ആൾ കടന്നു പോകുന്നുണ്ട്. പക്ഷേ നിങ്ങളെ ആർക്കും വേണ്ടിയും വിട്ടുകൊടുക്കാൻ, എന്തിനു വേണ്ടിയും ആർക്കു വേണ്ടിയും വിട്ടുകൊടുക്കാൻ ഈ ഒരു വ്യക്തി തയ്യാറല്ല. നിങ്ങളെ അവരുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ആ ഒരു ഫീലിംഗ് ആണ് ആളുടെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങളോട് ഉള്ളത്. ഇവിടെ ഇമോഷൻസ്, ക്യൂൻ ഓഫ് കപ്സ് എന്ന് കാണുന്നത് നിങ്ങളെയാണ് ഫുൾ ടൈം ആളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ നെക്സ്റ്റ് മൂവ്, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ ഒരു വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ, അങ്ങനെ ആൾ ഫുൾ ടൈം നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ നിങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്കുള്ള കോമൺ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോടോ ആരോടെങ്കിലും നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടാകും. അപ്പോൾ ഇപ്പോൾ ഒരു സെപ്പറേഷനിൽ നിൽക്കുന്ന ഒരു ടൈം ആണെങ്കിൽ കൂടി ആൾ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ, നോ കമ്മ്യൂണിക്കേഷൻ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഈ ഒരു വ്യക്തി ഇപ്പോഴും നിങ്ങളെ ഒരു നോ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ലെസ് കമ്മ്യൂണിക്കേഷൻ, വളരെ കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുക, എങ്കിലും ആദ്യത്തെ ആ ഒരു ഇമോഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. പക്ഷേ ആൾ മാനസികമായിട്ട് നല്ല രീതിയിൽ നിങ്ങളോട് ഇമോഷൻസ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിനുവേണ്ടി നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇനി എങ്ങനെയാണ് ആളോട് പ്രതികരിക്കുക എന്നുള്ളൊരു ഭയം ആളിൽ നിൽക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഇവിടെ നിങ്ങളെ ആളുടെ ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു ലവ് കണക്ഷൻ ആയിട്ട് തന്നെയാണ് കാണുന്നത്. എസ്പെഷ്യലി ഒരു സോൾമേറ്റ് കണക്ഷനാണ്. ആൾക്ക് വളരെ സെക്യൂർഡ് ആയിട്ട്, വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളോടൊപ്പം ഉള്ള സമയം അങ്ങനെയാണ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഇവിടെ പേജ് ഓഫ് സോർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്, ഫൂളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഈ രണ്ട് കാർഡ്സും കാണിക്കുന്നത് ഈ ഒരു വ്യക്തി പുതിയൊരു സ്റ്റാർട്ടിങ്, ഒരു ന്യൂ ഫ്രഷ് സ്റ്റാർട്ട് നിങ്ങളുടെ ഇടയിൽ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചിലയിടത്ത് അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് ചില പവർ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അത് വളരെ വളരെ വീക്കായിട്ടുള്ള വ്യക്തികളാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. കാരണം ആളുടെ ഇമോഷൻസ് ഇപ്പം വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ്. ആളെ എത്ര പിന്തിരിപ്പിച്ചാലും പിന്തിരിയാൻ നിൽക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ, ഈ ഒരു വ്യക്തി ഇപ്പോൾ നിലകൊള്ളുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട്. ആൾ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ജേർണി ആൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. തീരുമാനം എടുത്തു കഴിഞ്ഞു. നിങ്ങളിലേക്ക് തിരിച്ചെത്തണം എന്നുള്ളൊരു തീരുമാനം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ ഒരു വ്യക്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പിന്തിരിപ്പിക്കാനായിട്ട് ആൾക്കാരോ അല്ലെങ്കിൽ ഒരുപക്ഷെ അവരുടെ റിലേഷനിൽ, ബ്ലഡ് റിലേഷനിൽ തന്നെയുള്ളവരായിരിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അങ്ങനെ ഒരു കണ്ടീഷനിൽ, അങ്ങനെ ഒരു സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും ഒരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. നിങ്ങളിലേക്ക് വരണമെന്നുള്ളൊരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചില കാര്യങ്ങളൊക്കെ ആൾ സ്ട്രോങ് ആയിട്ട് മുഖം തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പേജ് ഓഫ് സോർഡിൻ്റെ എനർജിയാണ്. പുതിയതായിട്ട് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്, ആക്ഷൻ എടുക്കാൻ പോവുകയാണ്. പക്ഷേ അതേസമയം ആൾക്ക് അനിവാര്യമല്ലാത്ത സാഹചര്യങ്ങൾ, വ്യക്തികളെയൊക്കെ ആളുടെ ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ അകന്ന് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. തീർച്ചയായിട്ടും ഉടനെ തന്നെ നിങ്ങളിലേക്കൊരു കമ്മ്യൂണിക്കേഷൻ, നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ തമ്മിൽ ഒരു കണ്ടുമുട്ടൽ ഉടനെ തന്നെ ഉണ്ടാകുന്നതാണ്. ഫോൺ കോളിലൂടെയോ അല്ലെങ്കിൽ മെസ്സേജിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ ഒക്കെ കണ്ട് നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇവിടെ ഒരു നീതി നിങ്ങൾക്ക് തരാനായിട്ട് തന്നെയാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ 6 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വളരെ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്.
ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഫുൾ കാർഡ് കാണിക്കുന്നതും 6 ഓഫ് വോൺസ് കാണിക്കുന്നതും ഈ ഒരു വ്യക്തി ജേർണി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു, നിങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആളിപ്പം മാനസികമായിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർഡാണ്, നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് പ്രിപ്പയർഡാണ്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരുമ്പോൾ അവരെന്തെങ്കിലും ഗിഫ്റ്റുകളോ അല്ലെങ്കിൽ സ്നേഹ ഉപഹാരങ്ങളൊക്കെ നൽകാനായിട്ടുള്ളൊരു താല്പര്യം, അങ്ങനെയുള്ള ഒരു ഗിഫ്റ്റ് സർപ്രൈസസ് ഒക്കെ തരാനായിട്ടും ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ വളരെ ഒരു വീക്ക്നെസ് ആണ്, നിങ്ങളെ വളരെ പാഷനേറ്റായിട്ട് അവർ ലവ് ചെയ്യുന്നു. അപ്പോൾ അത് നിങ്ങളിൽ നിന്നും അവർ തിരികെ എക്സ്പെക്റ്റ് ചെയ്യുന്നു, അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഗ്രോത്താണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിനെ ഇനിയും നല്ല രീതിയിൽ വളർത്തിയെടുത്ത് അതിനകത്തേക്ക് മുന്നിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഇടയിലുള്ള ഈ ഒരു ഗ്യാപ്പ് മറ്റുള്ളവർ സൃഷ്ടിച്ചതാണെങ്കിൽ ആ ആൾക്കാരും അറിഞ്ഞുകൊള്ളട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് ഇനി ഈ ഒരു വ്യക്തി കൈവരിക്കാൻ പോകുന്നത്. ഈ ഒരു വ്യക്തി അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് എത്തുന്നത്. ഇനി മറ്റുള്ളവരും അറിഞ്ഞാലും എനിക്കിതിലൊരു പ്രശ്നമില്ല, ഞാനിത് ഓപ്പണായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ഈ ഒരു പേഴ്സണെ എൻ്റെ ലൈഫിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള ഒരു തീരുമാനം കൂടി എടുത്താണ് നിങ്ങളിലേക്ക് വരുന്നത്. വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ സ്റ്റേൺ ആയിട്ട് ആ വ്യക്തി നല്ല രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഒരു സ്റ്റെബിലിറ്റിയോട് കൂടിയുള്ള ഒരു വരവായിട്ടാണ് കാണുന്നത്. നിങ്ങളുമായിട്ട് എന്നെന്നും ഒന്നിച്ചു പോകണം എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടിയാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരാൻ പോകുന്നതെന്നാണ് ഫോൺസ് എനർജി ഇവിടെ കാണിക്കുന്നത്. അപ്പം നിങ്ങളുടെ ആ ഒരു റിയൂണിയൻ എന്ന് പറയുന്നത് വളരെ ഒരു സെലിബ്രേഷൻ ആയിരിക്കും. ഇനി വരാൻ പോകുന്ന ആ ഒരു കൂടിച്ചേരൽ, ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ആ ഒരു ഒത്തുചേരൽ എന്ന് പറയുന്ന വളരെ സെലിബ്രേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് രണ്ട് വ്യക്തികൾക്കും അത് വളരെ ആഘോഷിക്കാൻ കഴിയുന്ന മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആയിരിക്കും നിങ്ങൾക്കിനി ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. വളരെ സ്വീറ്റ് മെമ്മറബിൾ മൊമെൻറ്റ്സ് സമ്മാനിക്കാനായിട്ട് ആൾ വരുന്നുണ്ട്. ആളിപ്പോഴും നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആക്ഷൻസും റിയാക്ഷൻസും എല്ലാം ആൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഹൈ പ്രീസ്റ്റസ് ആൻഡ് ജസ്റ്റിസ് കാർഡ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി വളരെ വൈസായിട്ടാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്, മെച്ചുവേർഡായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മുൻപ് പക്ഷേ നിങ്ങൾ തമ്മിലുള്ള സംസാരത്തിലൊക്കെ വളരെ ഇമ്മെച്ചുവേർഡായിട്ട് ഡിസിഷൻ എടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് അതൊരു വഴക്കിലേക്കൊക്കെ കൊണ്ടെത്തിച്ചിരുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ ഇനി അങ്ങനെയല്ല. ആ ഒരു പേഴ്സൺ വളരെ മെച്ചുവേർഡായിട്ട് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ രഹസ്യങ്ങളൊക്കെ നിങ്ങളോട് ഇനി കൂടുതൽ ഹൈഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ, ഈ ഒരു വ്യക്തി ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെയുള്ളൊരു ലൈഫ് നിങ്ങളുമായിട്ട് ആൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റീയൂണിയനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി ഇപ്പം ഇതിനു വേണ്ടി പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 4 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ആളിപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളിപ്പം നല്ല ഡീപ്പായിട്ട് നിങ്ങളെ നല്ല രീതിയിൽ മനസ്സിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും ഈ വ്യക്തി ഏറ്റവും വേഗത്തിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരും. ആൻഡ് 9 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. എല്ലാം സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്, 10 ഓഫ് പെൻറ്റക്കിൾ വന്നിട്ടുണ്ട്. എല്ലാം വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. ഫുൾ ഓഫ് ഹാപ്പിനെസ്, സാറ്റിസ്ഫാക്ഷൻ ഒക്കെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ആൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. നിങ്ങൾ ഒരുമിച്ച് നല്ലൊരു പ്രോസ്പെറസ് ആയിട്ടുള്ളൊരു ലൈഫ്, പ്രോസ്പെറസ് ആയിട്ടുള്ളൊരു ലൈഫ്. ആൻഡ് സ്റ്റാർ കാർഡ് കാണിക്കുന്നത് എല്ലാവരുടെയും മുന്നിൽ ആൾ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളെ ഒരു സ്റ്റാർ പദവിയിൽ ഇരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങളുടേത്. അങ്ങനെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഉടൻ തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ്. നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് ആൾ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ ഫ്രഷ് ആയിട്ട്, വളരെ ഹാപ്പി ആയിട്ട്, വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജിയുമായിട്ട് ഇത് മാച്ച് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക, കമൻറ്റിലൂടെ ക്ലെയിം ചെയ്യുക. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്.